ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷം നമ്മുടെ ഓച്ചിറ വൃശ്ചികോത്സവം ആരംഭിച്ചു കേട്ടോ. നിങ്ങളായിരിക്കും ഇപ്പം അങ്ങോട്ടല്ലേ കാളക്കെട്ട് കഴിഞ്ഞത്. കാളക്കെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൃശ്ചികം ഇങ്ങ് ഓടിയെത്തും കേട്ടോ. വൃശ്ചികം 12 വിളക്ക് ഞങ്ങളുടെ ഓച്ചിറ അമ്പലത്തിലെ ഭയങ്കര ഒരു ഉത്സവം കേട്ടോ. ഇതുപോലെ നിറയെ കടകളും. ഇത് അമ്പലത്തിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പേ ഉള്ള കാഴ്ച കേട്ടോ നിങ്ങൾ കാണുന്നത്. അമ്പലത്തിൽ കയറിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ലക്ഷ്മി നടയും അയ്യപ്പ നടയൊക്കെ എത്തുന്നേ ഉള്ളൂ കേട്ടോ. അതിന് മുന്നേ ഇത്രയും കാഴ്ചകളാണെങ്കിൽ അമ്പലത്തിൽ എന്തോരം കാഴ്ചകളുണ്ടെന്ന് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്ക്. ഇത് ലക്ഷ്മി നടയാണ്. അവിടെ നമ്മൾ നേരെ നടന്ന് അമ്പലത്തിൻ്റെ അങ്ങോട്ട് കയറാനുള്ള പരിപാടി കേട്ടോ. തൊഴുതിട്ട് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നേ. അതുകൊണ്ട് പതുക്കെ അമ്പലത്തിലേക്ക് നടന്നു നീങ്ങുകയാണ്. എന്താ അല്ലേ, നിറയെ ബലൂണും ഒരു ഉത്സവ വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? പിന്നെ എന്നും ഓച്ചിറ അമ്പലത്തിൽ പരിപാടിയുണ്ട്, കച്ചേരി, ഡാൻസ്, പിന്നെ ജാതി ഭേദമന്യേ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം കേട്ടോ ഞങ്ങളുടെ ഈ ഓച്ചിറ. ഇപ്പം അത് കാളക്കെട്ടാണെങ്കിലും ഈ വൃശ്ചിക മഹോത്സവമാണെങ്കിലും കേട്ടോ. ആദ്യം തന്നെ അതേ ഗണപതി നടയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം തന്നെ ഗണപതി ഭഗവാനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഗോക്കപ്പനും എന്തൊക്കെയോ പറയുന്നത് കേട്ടോ കേട്ടോ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവനും എന്തൊക്കെയോ പറയാനുണ്ടെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഗണപതി ഭഗവാന് വലമൊക്കെ വെച്ച് തൊഴുതൊക്കെ തിരിച്ചിറങ്ങിയിട്ട് പതുക്കെ ഇനി ഓരോരോ കാവുകളുണ്ടല്ലോ. നമുക്ക് ഓച്ചിറ വന്നവർക്കറിയാം കുറേ ഇടം നടന്ന് തൊഴാനുണ്ട്. അപ്പോൾ ആ നടന്ന് തൊഴുന്ന വഴിക്കെല്ലാം നമ്മളുടെ കടകളാട്ടോ. ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. തൊഴുതിട്ടെല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുന്നുണ്ട്. എനിക്കിതൊക്കെ അങ്ങോട്ട് പോയപ്പോഴേ കണ്ടിട്ട് ആക്രാന്തം, അത് നോക്കാനും ഇത് നോക്കാനും ഒക്കെ ഭയങ്കര ആക്രാന്തമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല, ഞാൻ ഭയങ്കര ഒരു വള, മാല, കമ്മൽ, ആവക സാധനങ്ങളുടെ ഫാനാട്ടോ. അപ്പോൾ ഇത് തൊഴുത് തീരുന്നതിന് മുന്നേ തന്നെ എന്നെ അത് അവിടെ വിളിച്ച് നിർത്തി കേട്ടോ. പിന്നെ ഞാൻ മനസ്സിൽ പറഞ്ഞില്ല, ആദ്യം നമുക്ക് ദൈവത്തെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് നോക്കാം. അങ്ങനെ വീണ്ടും ആ നടത്ത അങ്ങ് തുടർന്നു കേട്ടോ. അങ്ങനെ നടക്കുന്ന വഴിയിലുള്ള കാഴ്ചകളാണ്. അങ്ങനെ അതേ അടുത്തൊരിടത്ത് ഞങ്ങൾ തൊഴാൻ നിന്നപ്പോൾ ഗോക്കപ്പൻ തൊഴുത് കഴിഞ്ഞിട്ടും മതിയാവുന്നില്ല കേട്ടോ. അപ്പോൾ അത് കണ്ട് ഞങ്ങൾ ചിരിച്ചതാണ്. പിന്നെ ഇതാണ് ഒരു പൊരിശേഖരം. നമ്മളിങ്ങനെ ശബരിമലയിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവർ ഓച്ചിറ മാല ഊരി ഇടാനായിട്ട് വരും കേട്ടോ. അപ്പോൾ അവർ വീടുകളിലേക്കുള്ള പൊരിയൊക്കെ ഇവിടെ വന്ന് വാങ്ങാറുണ്ട്. പിന്നെ കാള, ഇതറിയാലോ, ഓച്ചിറ അമ്പലത്തിലെല്ലാം ഇങ്ങനെ അവിടെ കാളയെ നമുക്ക് പൈസ വെച്ച്